ഹായ് ഹലോ, നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ കുറച്ച് ഉരുക്ക് വെളിച്ചെണ്ണ റെഡിയാക്കിയാലോ എന്ന വായോ. ഞാനൊരു മീഡിയം സൈസ് 3 തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വേവിക്കണം. കുക്കറിലേക്ക് ഇട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് 5 വിസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു വീഡിയോ കണ്ടതാണ്. അപ്പോൾ അത് ഉപകാരപ്രദമാണെന്ന് തോന്നി. അപ്പോൾ അറിയാമെന്നുള്ളൊരു സ്കിപ്പ് ചെയ്തൊക്കെയുള്ളൂ, അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഉടച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേവിക്കുന്നതുകൊണ്ട് തന്നെ തേങ്ങ വെന്ത് അതിൽ പാല് മൊത്തം കിട്ടും. അതിൽ ഉപരി നമുക്ക് ചിരട്ടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ചിരട്ടയൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ കരിന്തുള്ളി ഞാൻ ചെത്തിക്കളയാണ്. നിങ്ങൾക്ക് വേണമെങ്കിലും അത് ഓപ്ഷനാണ്. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം അടിച്ചിട്ട് ഞാൻ 2 പ്രാവശ്യം അടിച്ചത്. ഇളം ചൂടുവെള്ളം ചേർക്കണം അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീടുകളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊരു തുണിയിലോ ഒരു അരിപ്പിലോ വെച്ചെടുക്കുക. എൻ്റെ തുണി നല്ല ഇല്ലാഞ്ഞിട്ടാണ് ഈ അരിപ്പെടുത്തത്. എന്നിട്ട് ഒരു ഫ്രിഡ്ജിലേക്കൊരു 2 മണിക്കൂർ കൂടുതൽ ഞാൻ വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ആ കട്ടിയുള്ള പാല് മാത്രം എടുത്ത് എന്നിട്ട് ആ വെള്ളം ഉപേക്ഷിച്ച് കണ്ടില്ലേ. ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യണം ഈ വെള്ളത്തോട് കൂടിയാണ് നമ്മൾ അടുപ്പിലേക്ക് വെക്കണം. അപ്പോൾ അത്രയും തീ വേണ്ടി നമ്മൾ സ്റ്റൗവിൽ വെക്കുന്നതുകൊണ്ട് ആ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് ഇത്ര എടുത്തിട്ടുള്ളൂ. ഇതാണ്ടല്ലേ, ഇതിലേക്ക് എടുത്ത് കട്ടിയരിപ്പോണ്ട് എൻ്റെ പാലല്ല അതിലെടുത്ത് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ തന്നെ നമുക്കിത് ഈ ലെവലിൽ കിട്ടും. അത് കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് കൂടി തന്നെ നമുക്കിത് ഫുള്ളായിട്ട് നമുക്ക് എണ്ണ തിരിച്ച് കിട്ടും. ഈ ലെവലായി. ഞാനത് 20 മിനിറ്റാണ് ചെയ്തിട്ടുള്ളത്. അടി കട്ടിയുള്ള പാത്രം നല്ലതല്ലാതെ കൊണ്ടാണ് എനിക്ക് ഇച്ചിരി അടി പിടിച്ചു. അതുപോലെ തന്നെ ഇന്ന ഇച്ചിരി കറക്കുകയും ചെയ്തു. നമ്മൾ നല്ല ഓട്ടുരുളി അതുപോലുള്ള കട്ടിയുള്ള വെങ്കല പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഞാനൊരു 3 തേങ്ങ എടുത്തതിന് എനിക്ക് ഏതാണ്ട് 200 ഗ്രാമോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് പരീക്ഷിച്ചൊക്കെ. ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിരിക്കണം നോക്കേണ്ടത് വലിയ ബോട്ടിലായിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.